കൃഷ്ണ ഗുരുവായൂരപ്പ. നമ്മളെ ഗുരുവായൂർ അമ്പലത്തിൽ ആനകളെ പറ്റിയിട്ട്, അതായത് അവരുടെ വാടക ഈ 2025 ജനുവരി 1 മുതൽ പുതുക്കി നിശ്ചയിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഓരോ ആനകളുടെയും ഒരു ദിവസത്തിനുള്ള വാടകയാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. അതിൽ ലോറി വാടക ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ. നമ്മുടെ ഏറ്റവും പ്രാധാന്യമുള്ള, ഇനിയിപ്പോൾ ഉത്സവ സീസണൊക്കെ വരികയാണല്ലോ, അപ്പോൾ എല്ലാവർക്കും ഗുരുവായൂർ അമ്പലത്തിലെ ഗുരുവായൂർ ദേവസ്ഥത്തിലെ ആനകളെ വേണം എന്നുള്ള താല്പര്യക്കാരുണ്ടാവും. അപ്പോൾ അവർക്ക് അറിയാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ഈ വീഡിയോ വരുന്നത്. അപ്പോൾ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്നത് നന്ദനാണ്. നന്ദനെ ഒരു ദിവസം 1,25,000 രൂപയാക്കിയിട്ടുണ്ട്. അതിൽ കൂടുതൽ എന്താണെന്ന് വെച്ചാൽ, പാറമേക്കാവ് തിടമ്പേറ്റുന്നത് കൊണ്ട് വേറെ എവിടെ പോയാലും നന്ദന് തിടമ്പ് കിട്ടണം. തിടമ്പ് കിട്ടിയാൽ മാത്രമേ നന്ദൻ വരുള്ളൂ. അതിന് ലോറി വാടക വേറെ കൊടുക്കണം കേട്ടോ. ഈ 1,4 ലക്ഷത്തിന് മേലെ ലോറി വാടകയും വേണം. പിന്നെ ഇന്ദ്രസെന്നാണ്, അതും 1,25,000 രൂപയാണ്. അതും തിടമ്പാനാണ്. പിന്നെ ഉള്ളത് സിദ്ധാർത്ഥനാണ്. സിദ്ധാർത്ഥന് 50 to 60 ആയിരുന്നു ഗുരുവായൂർ ദേവസ്വം ഇതുവരെ കൊടുത്തിരുന്നത്, അതായത് 2024 വരെ. 50,000 രൂപ സാധാരണ ദിവസങ്ങളിലും 60,000 രൂപ വിശേഷ ദിവസങ്ങളിലും ആയിരുന്നു. അത് ഇനി ജനുവരി 1 മുതൽ 60,000 രൂപ സാധാരണ ദിവസങ്ങളിലും 70,000 രൂപ വരെ വിശേഷ ദിവസങ്ങളിലും കൊടുക്കണം. ലോറി വാടക പുറമെയാണ്. പിന്നെ ദാമോദർ ദാസാണ്, അതും 50 to 60 ആയിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. ഇപ്പോൾ 60,000 രൂപ സാധാരണ ദിവസങ്ങളിലും 70,000 രൂപ വിശേഷ ദിവസങ്ങളിലുമാണ്. പിന്നെ ശ്രീധരന് 40 to 50 ആയിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. അത് 50,000 രൂപ ടു സാധാരണ ദിവസങ്ങളിലും 60,000 രൂപ വിശേഷ ദിവസങ്ങളിലുമാണ്. പിന്നെ വിഷ്ണു ആണ്, അത് 40-50 ആയിരുന്നു ഉണ്ടായിരുന്നത് സാധാരണ ദിവസങ്ങളിലും വിശേഷ ദിവസങ്ങളിലും. അതിപ്പോൾ 50,000 മുതൽ 60,000 വരെ ആയി. പിന്നെ ഗോകുലാണ്, 40 to 50 ആയിരുന്നു ഉണ്ടായിരുന്നത്, ഇപ്പോൾ 60 to 70 ആയി ജനുവരി 1 മുതൽ കേട്ടോ, 2025. അതുപോലെ ഗോപികൃഷ്ണനാണ്, അത് 40 to 50 ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിപ്പോൾ 50,000 രൂപ സാധാരണ ദിവസങ്ങളിലും 60,000 രൂപ വിശേഷ ദിവസങ്ങളിലുമായി. പിന്നെ ജൂനിയർ വിഷ്ണു, അത് 35-45 ആയിരുന്നു ഉണ്ടായിരുന്നത്, അതായത് 35 സാധാരണ ദിവസവും 45 വിശേഷ ദിവസങ്ങളിലും. അതിപ്പോൾ 40-50 ആയി. പിന്നെ രവികൃഷ്ണനാണ്, 35 to 45 ആയിരുന്നു, അത് 40-50 ആയി. പിന്നെ ബാലുവാണ്, അത് 35-45 ആയിരുന്നു ഉണ്ടായിരുന്നത് ജനുവരി 1 മുതൽ 40 into 50, 40,000 മുതൽ 50,000 വരെ. പിന്നെ രാജശേഖരനാണ്, 35 to 45 ആയിരുന്നു, അത് 40,000 to 50,000 വരെ ആയി. പിന്നെ ചെന്താമരാക്ഷൻ, അത് 40,000 to 50,000 ആയി. പിന്നെ ബാലകൃഷ്ണനാണ്, അതും 35,000 to 45,000 വരെ ആയിരുന്നു ഉണ്ടായിരുന്നത്, അത് 40 to 50 ആയി. പിന്നീട് ഗോപാലകൃഷ്ണനാണ്, 35 to 45 ആയിരുന്നത് 40 to 50 ആയി. പിന്നെ ബൽറാമാണ്, 35 to 45 ആയിരുന്നത് 40,000 to 50,000 ആയി. പിന്നെ വിനായകൻ, 35 to 45 ഉണ്ടായിരുന്നത് 40 to 50 ആയി. പിന്നെ കൃഷ്ണനാരായണൻ, 30,000 to 40,000 ആയിരുന്നു ആദ്യം, ഇപ്പം 35 to 45,000 ആയി. പിന്നെ ജൂനിയർ കേശവൻ, അത് 25 to 30 ആയിരുന്നു, ഇപ്പോൾ 30 to 40 ആയി. പിന്നെ അക്ഷയ് കൃഷ്ണൻ, അത് 25 to 30 ആയിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്, അതിപ്പോൾ 30 to 40 ആയി. പിന്നെ പീതാംബരൻ, അതും 25 to 30 ആയിരുന്നു 2024 വരെ ഉള്ളത്, 2025 30,000 to 40,000 വരെ ആയി.
പിന്നെ ആനക്കോട്ടയിലെ ആനകളായ ദേവദാസ്, ഗജേന്ദ്ര, അനന്തനാരായണൻ, ഗജേന്ദ്രൻ എന്നിവർക്ക് 30x40 അതായത് 30,000 സാധാരണ ദിവസങ്ങളിലും 40,000 വിശേഷ ദിവസങ്ങളിലും ആയി. ശങ്കരനാരായണന് 60,000 സാധാരണ ദിവസങ്ങളിലും 70,000 വിശേഷ ദിവസങ്ങളിലുമായി. രാധാകൃഷ്ണന് 30,000 സാധാരണ ദിവസം, 40,000 വിശേഷ ദിവസം. അയ്യപ്പൻകുട്ടി ദേവസ്വം ആനകളായ അയ്യപ്പൻകുട്ടി, ശ്രീകൃഷ്ണൻ, നവനീത് കൃഷ്ണൻ, ശ്രീകൃഷ്ണൻ, നന്ദിനി, ദേവി, ലക്ഷ്മി, ചന്ദ്രശേഖരൻ ഇവർക്ക് 20,000 25,000 ആയിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. അതിപ്പോൾ 25,000 to 35,000 വരെ ആക്കി. ഇതെല്ലാമാണ് ഗുരുവായൂരിലെ ആനകളെ ഇനി പുറത്തേക്ക് എഴുന്നള്ളിക്കാൻ, അതായത് പൂരമാണ്, വേലയാണ്, ഏത് കാര്യങ്ങൾക്കായാലും ഒരു ദിവസത്തെ ആനകൾക്ക് കൊടുക്കേണ്ടുന്ന വാടക 2025 ജനുവരി 1 മുതൽ ആണ് ഈ പൈസ കൊടുക്കേണ്ടി വരിക. ഇതുവരെ ആദ്യം ബ്രാക്കറ്റിലുണ്ടായിരുന്ന പൈസകളാണ് കൊടുക്കേണ്ടിയിരുന്നത്. ഇനി മുതൽ എല്ലാറ്റിനും വാടക ഇനം കൂടിയിട്ടുണ്ട്. ലോറി വാടക അത് കൂടുതൽ ഇതിൽ ഉൾപ്പെടുത്താത്തതാണ്. ലോറി വാടക ദൂരത്തിനനുസരിച്ച് കൂടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഇത് നല്ലൊരു അറിവാണ്. ഈ അറിവ് ആനപ്രേമികൾക്കൊക്കെ എത്തട്ടെ എല്ലാവർക്കും. കാരണം പൂരം വേലയൊക്കെ ഒരുപാട് പേര് വിളിച്ച് ചോദിക്കാറുണ്ട്, അത് ആ ആനയ്ക്ക് എത്ര രൂപയാണ്, അത് കിട്ടുമെന്നൊക്കെ. അപ്പോൾ അതൊന്ന് എല്ലാവർക്കും ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഹരേ കൃഷ്ണ.